അപ്പോൾ എല്ലാവർക്കും വീണ്ടും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ തന്നെയാണ് കേട്ടോ നമ്മൾ ഇന്നിടുന്നത്. അല്ലാതെ നമുക്ക് പ്രീപെയ്ഡായിട്ട് വീഡിയോ ഒന്നും എടുത്ത് വെച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷമാണ് നമ്മൾ ഇന്ന് രാത്രി കാണാൻ പോകുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിലാണ്. ഇന്ന് നമ്മൾ ചുറ്റി ലോങ് ഒരു യാത്ര പോകണം കേട്ടോ. ഞാൻ എറണാകുളത്തായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടത്തേക്ക് ഞാൻ പോവുകയാണ് എറണാകുളത്തോട്ട്. വണ്ടി നമ്മൾ ട്രിപ്പും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയും. നമ്മൾ അടുത്ത ട്രിപ്പിൻ്റെ പ്ലാനും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പം രാവിലെ തന്നെ എണ്ണിച്ചു എല്ലാം സെറ്റപ്പായിട്ട് ഇപ്പോൾ ഒരു 10 മണിയായി. ഞാൻ എറണാകുളത്തോട്ട് പോകാൻ പോട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ ആദ്യത്തെ ലോങ് റൈഡാണ്. രാവിലെ എഴുന്നേറ്റ് നമ്മുടെ വണ്ടിയെല്ലാം എന്നത്തും പോലെ തന്നെ നല്ല വൃത്തിയാക്കി കേട്ടോ. വേറൊരു കാര്യം പറയാമെന്ന് വെച്ചാൽ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യാറുണ്ട്. കഴിഞ്ഞ വീട്ടിൽ ഒരാൾ കമൻറ്റ് ചെയ്തായിരുന്നു ടയർ കഴുകിയുള്ളത്. ഇപ്രാവശ്യം ടയർ കഴുകിയിട്ടുണ്ട് കേട്ടോ. ടയറെല്ലാം വൃത്തിയാക്കി രാവിലെ വണ്ടി കഴുകിയിട്ട് പോകുമ്പോൾ ഒരു ഐശ്വര്യമാണ്. അപ്പോൾ ഞാൻ രാവിലെ എല്ലാം ക്ലീൻ ചെയ്തിട്ട് ഇനി ഇറങ്ങുവാണ്. ഇനി നമ്മൾ നേരെ എറണാകുളത്തോട്ട് പോവുകയാണ്. പിന്നൊരു കാര്യം ഞാൻ പറയാമെന്ന് വെച്ചാൽ എന്താ പറയുക, കഴിഞ്ഞ 20-ആം തീയതി ഞാൻ എറണാകുളത്ത് നിന്ന്, അതായത് പെരുമ്പാവൂരിൽ നിന്ന് ഞാൻ എവിടെയാണ് നമ്മൾ ഈ ബുൾജെറ്റിലെ എബിൻ്റെ ലിബിൻ്റെയും കൂടെ വാനിനകത്തോട്ട് കയറുമ്പം നേരെ തിരുവനന്തപുരത്തോടാണ് വാനിൽ കയറിപ്പോയത്. അപ്പോൾ വാനിനകത്ത് കയറുമ്പോൾ വെറും 1000 രൂപ, അതായത് ശമ്പളത്തിൻ്റെ ബാലൻസ് ശമ്പളം അത്രേ ഉള്ളായിരുന്നു. 1000 രൂപയായിരുന്നു എനിക്ക് കിട്ടിയത്. കഴിഞ്ഞ മാസം എല്ലാം മേടിച്ചുകൊണ്ട് 1000 രൂപ ശമ്പള പൈസയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ബുൾജെറ്റിന് ഇവിടെ തിരുവനന്തപുരത്ത് പോയിട്ട് പിന്നെ അവിടെ നിന്ന് ബസ് കയറി വന്നത്. അപ്പോൾ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ബൈക്കും ഇല്ല, ബസ്സിൽ ഇനി തിരിച്ച് എറണാകുളത്തോട്ട് പോകണമല്ലോ എന്നൊക്കെ ഓരോരുത്തർ വിഷമം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. കയ്യിൽ വേറെ പൈസ ഇല്ല, പിന്നെ ബർത്ത്ഡേക്ക് ചിലവായിരുന്നു, അത് പൈസ ഒന്നുമില്ലായിരുന്നു, അത്രേ ഉള്ളായിരുന്നു ശമ്പളം. അങ്ങനെ വിഷമിച്ചിരുന്ന്. പക്ഷേ ഇത് നിങ്ങൾ ആലോചിക്കുക, ഒരാഴ്ച കൊണ്ട് നമ്മുടെ ലൈഫിൽ ഭയങ്കര മാറ്റം വന്നില്ലേ. ഇപ്പോൾ ഞാൻ തിരിച്ച് പോകാൻ പോകുന്നത് 2400 cc ടൊയോട്ട കോളേജിൽ. വളരെ സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. അപ്പം നമ്മൾ നേരെ എറണാകുളത്തോട്ട് പോവാണ്. ഇന്ന് എറണാകുളത്ത് പോയിട്ട് പോകുന്ന മാത്രമല്ല, പോകുന്ന വഴിക്ക് നമ്മൾ വേറെ ആളും കൂടെ കാണിച്ചു തരാം. നമ്മുടെ യാത്രയിൽ നമ്മൾ കൂടെ ഒരാളും കൂടെ കാണും. അതായത് ഇനി ഓൾ ഇന്ത്യ ട്രിപ്പ് പോകുന്നു. ഓൾ ഇന്ത്യ ട്രിപ്പിനാരും ഒന്നും കൺഫേം ആയിട്ടില്ല. കൺഫേം മീൻസ് വണ്ടി മാത്രം ഉണ്ടായാൽ പോരല്ലോ. നമുക്ക് ഇവിടെ നിന്ന് എൻ്റെ ഒരു കണക്കുകൂടൽ പ്രകാരം മിനിമം 1.5 ലക്ഷം രൂപയെങ്കിലും വേണം നമുക്ക് ഡീസൽ അടിക്കാൻ വേണ്ടി മാത്രം ഫുള്ള് കറങ്ങി വരണമെങ്കിൽ. അപ്പോൾ അത്രയും ഫണ്ടില്ലാതെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ബൈക്കിൽ 20,000 കൊണ്ട് പോയ പോലെ ഇപ്രാവശ്യം പോകാൻ പറ്റത്തില്ല. കാരണം വലിയ വണ്ടിയാണ്. എണ്ണയില്ലെങ്കിൽ അത് എവിടെയെങ്കിലും ഒതുക്കി വയ്ക്കുക, ഇത് ഉരുട്ടേണ്ടി വരും, അടക്കത്തില്ല. അപ്പം ഇത്രയും രൂപ നമുക്ക് ഡീസൽ തന്നെ വേണ്ടി വരും. പിന്നെ അല്ലാതെ ചില ഒത്തിരി പൈസ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. പഴയ പോലെ ഇറങ്ങി തിരിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്തായാലും ഞാൻ ഫണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കുറേ സ്പോൺസേഴ്സൊക്കെ നോക്കുന്നു. ഒന്നും സെറ്റപ്പ് ആയിട്ടില്ല. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വണ്ടി എടുത്തിട്ട് നേരെ എറണാകുളം പെരുമ്പാവൂരോട്ട് വിടാം. അപ്പോൾ നമുക്കിന്ന് ഐശ്വര്യമായിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് വിടാം കേട്ടോ. ഒറ്റയടിക്കാൻ നമുക്ക് സ്റ്റാർട്ടാവും. പിന്നെ കുറച്ച് നേരം നമുക്ക് ഐഡിലിൽ നിർത്താം അല്ലേ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എന്താ പറയുക, വണ്ടി പെട്ടെന്ന് എടുത്തുകൊണ്ട് പോയായിരുന്നു. അപ്പോൾ നമ്മൾ വണ്ടി കയറി തന്നെ ഓടിക്കാം. ഇതിൻ്റെ സൗണ്ട് നമ്മുടെ കേൾപ്പിച്ചില്ല കേട്ടോ. നല്ല രസമാണ് ഇതിൻ്റെ സൗണ്ട് കേൾക്കാൻ. ഞാൻ ഈ സൗണ്ടിൻ്റെ ഫാനാണ്. നല്ല രസമല്ലേ ഇതിൻ്റെ സൗണ്ട്. അപ്പോൾ നമുക്ക് വിടാം അല്ലേ. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങി കേട്ടോ. നമ്മൾ ഇന്നത്തെ ആദ്യത്തെ ലോങ് റൈഡ് തുടങ്ങി. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കുറച്ച് ഓടി വന്നു കേട്ടോ. മൊത്തം ട്രാഫിക് ആയിരുന്നല്ലോ. ട്രാഫിക് ആയതുകൊണ്ട് ഓടി ഇങ്ങ് വന്നു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ചവറ മറ്റേ KMML ടൈറ്റാണ്. ഇന്നലെ പോയ അതേ വഴി തന്നെയാണ് നമ്മൾ ഇന്നും പോകുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ വരുന്ന വഴിയൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ നേരെ എറണാകുളത്തോട്ടാണ് പോകുന്നത്. പക്ഷേ എറണാകുളത്തോട്ട് ഇവിടുന്ന് നേരെ പോകത്തില്ല. ഞാൻ ഇവിടുന്ന് ഒന്ന് ഇടയ്ക്കൊന്ന് ചെങ്ങന്നൂർ വരെ പോയിട്ട് ചെങ്ങന്നൂർ വഴിയായിരിക്കും നമ്മൾ എറണാകുളത്തോട്ട് പോകുന്നത് കേട്ടോ. അതാണ് ഇന്നത്തെ പ്ലാൻ. എറണാകുളത്ത് പോയിട്ട് നമ്മളൊരു കൂട്ടുകാരനെ കാണിച്ചു തരാം. നിങ്ങൾക്ക് അറിയാവുന്നൊരു കൂട്ടുകാരൻ തന്നെയാണ്. അപ്പോൾ പുള്ളിയായിട്ടായിരിക്കും നമ്മളെ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുക കേട്ടോ. ചെങ്ങന്നൂർ ഒരാളെ കാണാനുണ്ട്. പുള്ളിക്കാരെയും കൂടെ കാണിച്ചിട്ട് നമ്മൾ നേരെ എറണാകുളത്തോട്ട് പോകും. ഭയങ്കര ട്രാഫിക് എന്ന് വെച്ചാൽ ഭയങ്കര ട്രാഫിക്. പിന്നെ വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഈ ഒരു ലോങ് റൈഡ് പോകുമ്പോഴേ വണ്ടിയുടെ കറക്റ്റ് കാര്യങ്ങൾ അനുസരിച്ച് ഇപ്പോൾ നമുക്ക് കൈയൊക്കെ വിട്ടാലും അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇതിപ്പോൾ വളവായതുകൊണ്ടാണ്. നേരെ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തെ കൈ വിട്ടാലും നമുക്ക് അലൈൻമെൻ്റ് ഒന്നും വലിയ പ്രോബ്ലം ഉണ്ടായിട്ട് തോന്നില്ല. അതിനറിയുമ്പോൾ പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാമെന്ന് വെച്ചാൽ, നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർ ഇതിൻ്റെ പൊട്ടും പൊടിയും ശ്രദ്ധിക്കും. ഈ പോകുന്ന നമ്മൾ അവിനാശിലാണോ? അല്ലല്ല, പോലീസാണ്. നമ്മൾ അവി ബ്ലോഗ്സിലെ അവിനാശിൻ്റെ വീട് ഇവിടെ അല്ല, കുറച്ചുകൂടെ അപ്പുറത്താണ് കേട്ടോ. ഞാൻ പോയിട്ടുള്ളതാണ്. ആ വണ്ടി കണ്ടപ്പോൾ ഞാൻ വെച്ചിട്ട് അവനായിരിക്കും പറഞ്ഞാൽ അവൻ്റെ വണ്ടിയുടെ റിപ്പയറിന് കൊടുത്തിരിക്കുക. എനിക്ക് യൂട്യൂബിൽ ആ പാടെ കോൺടാക്റ്റിലുള്ള കുറച്ച് നിങ്ങൾക്ക് അറിയാവുന്ന ട്രാവൽ വ്ലോഗേഴ്സ് എന്ന് പറയുന്ന ഒന്ന് അവി വ്ലോഗ്സ്, പിന്നെ നമ്മുടെ ഈ ബുൾജെറ്റ്, പിന്നെ നമ്മുടെ കേരളീയൻ എന്ന് പറഞ്ഞ പയ്യനുണ്ട്. അങ്ങനെ കുറച്ച് ആൾക്കാരായിട്ട് നമുക്ക് കോൺടാക്റ്റ് ഉള്ളൂ കേട്ടോ. നമ്മളങ്ങനെ ഒരുപാട് പേരായിട്ട് കോൺടാക്റ്റ് ഇല്ല. വലിയ വലിയ യൂട്യൂബേഴ്സ് എന്ന് പറയുന്ന ആരുമായിട്ട് നമ്മൾ കോൺടാക്റ്റ് ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ
എറണാകുളത്തോട്ട് പോകാം. പോയിട്ട് ഞാൻ നിങ്ങൾക്ക് ഇത്രയും ദൂരം ഓടിച്ച വണ്ടിയുടെ കാര്യം ദൂരം ഓടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെ വണ്ടി ലോങ് ഒക്കെ പോകാനൊക്കെയാണ്. എനിക്ക് ആ ടയറിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ടയർ ബാക്കിൽ ഇച്ചിരി പോയിരിക്കുന്നുണ്ടേ ആ ഒരു പ്രോബ്ലം ഉണ്ട്. പക്ഷേ നിങ്ങൾ ആ ഡ്രൈവിങ്ങിൻ്റെ വ്യൂ കാണാൻ നല്ല രസമില്ലേ? ഇതിൻ്റെ നല്ല റോഡ് പ്രസൻസ് ആണ്. പിന്നെ വലിയ വണ്ടിയാകുമ്പോൾ നമുക്ക് ഒരുപാട് ദൂരം ഓടിച്ചാലുമേ ഒരു ടയർഡും ആവത്തില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട് നമുക്ക് വലിയ വണ്ടിയാകുമ്പോൾ. അപ്പം ഞാൻ അധികം ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാകത്തില്ല, ചിലപ്പോൾ പെറ്റി തരും. നമുക്ക് നേരെ വിടാം. നമ്മളിപ്പം എന്താ പറയുക, ആലപ്പുഴ ജില്ലയിൽ എൻ്റർ കേട്ടോ. ഇവിടെ നമുക്ക് നേരെ പോയാൽ എറണാകുളം, നമ്മൾ നേരെ വലത്തോട്ട് പോയിട്ട് ചെങ്ങന്നൂർ പോയിട്ട് അതുവഴി നേരെ എറണാകുളത്ത് പോകും. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ, ഇന്നത്തെ പരിപാടി കേട്ടോ. പിന്നെ കുറേ പേര് പറയാമായിരുന്നു, കുറേ പേരാ 1-2 പേരാണ്ട് പറഞ്ഞു ഈ സ്റ്റിയറിങ്ങിൻ്റെ ഈ വീല് ഇതൊക്കെ മാറണം. അതൊക്കെ നമുക്ക് മാറാം കേട്ടോ. അതൊക്കെ ഇച്ചിരി ഒരു പഴയതായി, കളറൊക്കെ ഒരുമാതിരി മങ്ങിയിരിക്കുന്നത്. നമുക്ക് ഇവിടുന്ന് ഇടത്തോട്ടാണ് പോകേണ്ടത്. ആ ലോറി പോകുന്നില്ലേ, അതിലേക്കൂടെയാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ. പൊളിയല്ലേ? ഇതിലേ പോയിട്ട് നമുക്ക് ശാസ്താംകോട്ടല്ലല്ലോ, മാവേലിക്കര വഴി നേരെ ചെങ്ങന്നൂർ പോവാം. അവിടെ നിന്ന് നേരെ എറണാകുളം പോവാം. ചെങ്ങന്നൂർ തിരുവല്ല വഴി അങ്ങോട്ടാ പോകും. തിരുവല്ല എനിക്ക് കറക്റ്റ് റൂട്ട് അറിയത്തില്ല. റൂട്ട് അറിയാം, കറക്റ്റ് എവിടെ നിന്നാണ് തിരിയേണ്ട അറിയാൻ വയ്യ. അവിടെ നേരെ നമ്മൾ എറണാകുളത്ത് പോകും. എറണാകുളത്ത് പോയിട്ട് എറണാകുളത്ത് എത്തിയതിന് ശേഷം നമുക്ക് നമ്മൾ ട്രിപ്പിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം കേട്ടോ. ഇവിടെയൊക്കെ ഞാൻ ഈ റോഡൊക്കെ കാണിക്കുന്നത് എന്തറിയോ, നമ്മൾ ഈ ഗൾഫിലൊക്കെ ഉള്ള ഒരുപാട് സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ അവരുടെ സ്ഥലമൊക്കെ ഇവിടെയൊക്കെ ആയിരിക്കും കേട്ടോ, നമ്മളറിയത്തില്ല. അപ്പോൾ അവർക്ക് ഈ സ്ഥലവും ഈ വഴിയൊക്കെ കാണുമ്പോൾ ഒരു നൊസ്റ്റാൾജിയാണ്. അതൊക്കെ കൊണ്ടാണ് ഈ ചെറിയ ചെറിയ സ്ഥലങ്ങളും വഴികളൊക്കെ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ നാട്ടിലെ തന്നെ. അവിടെ വീട് ഇതിലല്ല, ഇവിടെ എവിടെ ആയിരുന്നു. ഞാൻ ഇതിപ്പോൾ പോയിട്ടുണ്ട്, ഞാൻ മറന്നുപോയി, വഴിയൊക്കെ മറന്നുപോയി. ഞാൻ അവിനാശമായിട്ടൊരു വീഡിയോ ചെയ്യും, ഇപ്പോൾ അല്ല. നമ്മുടെ ട്രിപ്പൊക്കെ ഒന്ന് സെറ്റ് ആകുന്ന സമയത്ത് ആ പുള്ളി ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ചൊരു വീഡിയോ ചെയ്യും. ഓ ചാണകം അയ്യോ, ഏതാ കൊഴിഞ്ഞ് വീഴുന്നുണ്ട് കേട്ടോ. നല്ല സ്മെല്ലും വരുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ പോകുന്ന വഴിക്ക് ഞാൻ പറഞ്ഞായിരുന്നു നമുക്കൊരാളെ കാണാനുണ്ടായിരുന്നു, നമ്മൾ വേണ്ടപ്പെട്ട ഒരാളെ കാണാനുണ്ട്. അങ്ങനെ ഇടയ്ക്കൊന്ന് നിർത്തി കേട്ടോ. നമ്മളെ ചെങ്ങന്നൂരിൻ്റെ അടുത്ത് നിന്ന് നിർത്തിയിട്ട് പുള്ളിക്കാരി വണ്ടിയൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു കേട്ടോ. പുള്ളിക്കാരി വണ്ടിയൊക്കെ ഒന്ന് കാണിച്ചെടുത്ത് ഞാൻ തിരിച്ചു പോവാണ്. നമ്മൾ വൈകാതെ നമ്മൾ വീഡിയോയിൽ കാണിക്കും കേട്ടോ. ഇപ്പോൾ അതിനുള്ള സമയമായിട്ടില്ല. സമയമാകുമ്പോൾ എല്ലാവരും നമ്മളെ ഈ ചാനൽ കൊണ്ടുവന്ന് കാണിക്കും കേട്ടോ. അവളെ പുള്ളിക്കാരി എനിക്കൊരു പുസ്തകം കൊണ്ടു തന്നു കേട്ടോ. ഇത് വായിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ചേഞ്ചസ് ഉണ്ടാവും അതൊക്കെ പറഞ്ഞിട്ടൊരു പുസ്തകം തന്നു. എന്താണ് എൻ്റെ പേര്? ആൽക്കമിസ്റ്റ് പൗലോ കോയിലോ. അവൾ ഭയങ്കര പുസ്തകമൊക്കെ വായിക്കുന്ന ആളാണ് കേട്ടോ. അതുകൊണ്ട് എനിക്കൊരു പുസ്തകം കൊണ്ടുവന്നു. ഞാനിത് സമയം കിട്ടുമ്പോഴൊക്കെ വായിക്കാം. അപ്പോൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി വണ്ടി എടുത്തിട്ട് പോവുകയാണ്. അത് മാത്രമല്ല വേറൊരു കോമഡി വെച്ചാൽ അവളിപ്പോൾ ഡ്രൈവിങ് പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പം വണ്ടി പഠിക്കുന്നതേ ഉള്ളൂ, തുടങ്ങിയതേ ഉള്ളൂ. ഞാൻ പിന്നെ വണ്ടി കൊടുത്തില്ല, വേറൊന്നുമില്ല. ഈ വണ്ടി നമുക്ക് പുതിയതായിട്ട് പഠിക്കുന്നവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല, വേറൊന്നുമില്ല. കാരണം ഇതിൻ്റെ ഹാൻഡ് ബ്രേക്ക് ഇവിടെ ആയിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇവിടെ ഹാൻഡ് ബ്രേക്ക് ആണെങ്കിൽ നമുക്ക് പഠിക്കാൻ കൊടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വണ്ടി ഓടിക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, നീ വേണമെങ്കിൽ ചുമ്മാ ഒരു ഗിയർ വേണം കിട്ടുമോ എന്ന് പറഞ്ഞിട്ട് ഗിയർ അടിപ്പിച്ച്. അപ്പോൾ നമ്മൾ നേരെ എറണാകുളത്തോട്ട് പോയിട്ട് നമ്മളെ പയ്യനെ കാണണം. നമ്മൾ ചങ്കുബ്രോ അവിടെ നിൽപ്പുണ്ട്, അവനവിടെ കണ്ടിട്ട് നമ്മൾ നേരെ പെരുമ്പാവൂർക്ക് പോകും കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഇതുവഴിയൊക്കെ നമ്മൾ എപ്പോഴും പോവാണ്. ഇത് ചെങ്ങന്നൂർ എത്താറായി കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ എറണാകുളത്തോട്ട് പോയിട്ട് നമ്മളെ സാറിനെ കണ്ടിട്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കണം. അന്നത്തെ ഷൂട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ അന്നു ഇടുന്നത് കേട്ടോ. ഇന്നിപ്പം ഡേറ്റ് എത്ര? 28 തോന്നുന്നു. 28 തീയതി വീഡിയോ ആണ് നമ്മൾ 28 ഇടുന്നത്. വൈകുന്നേരം 8 മണിക്കാണ് നമ്മൾ മാക്സ് വിടാൻ നോക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതിനു മുമ്പ് ഞാൻ കാണിച്ചിട്ടില്ല നമ്മുടെ കല്യാണം കഴിക്കണം ആഗ്രഹമല്ല, കല്യാണം കഴിച്ചിരിക്കും. ആഗ്രഹമുള്ള പെണ്ണ് കെട്ടാൻ പോകുന്ന പെണ്ണിൻ്റെ ഞാൻ കാണിച്ചു കേട്ടോ. നിങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹത്തിലാണ്. അതൊരു സുഖമുള്ള പരിപാടിയാണ്, പരസ്പരം ഇഷ്ടപ്പെടുക അതൊക്കെ പറയുന്നത് കേട്ടോ. അതും ഇച്ചിരി ദൂരമാകുമ്പോൾ നമുക്ക് വല്ലപ്പോഴൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. വല്ലപ്പോഴൊക്കെ കാണുമ്പോൾ അതൊരു സന്തോഷമാണ്. അടുത്തിരിക്കുന്നതിനേക്കാളും സന്തോഷമാണ് നമ്മൾ ദൂരെ നിൽക്കുമ്പോൾ അല്ലേ. പിന്നെ കല്യാണ പ്രായമൊക്കെ ആയി. എല്ലാവരും ചോദിക്കുന്നുണ്ട് കല്യാണം ആയില്ല. ഞാൻ എന്തായാലും ഈ ഒരു ട്രിപ്പൊക്കെ പോയിട്ട് വന്നിട്ട് കല്യാണം കഴിയത്തുള്ളൂ. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും നമ്മുടെ കല്യാണത്തിന് വന്ന് നമുക്ക് അടിച്ച് പൊളിക്കണം. അപ്പം നമുക്ക് നേരെ എറണാകുളത്തേക്ക് MC റോഡാണ് വെറുതെ. MC റോഡ് വഴി നേരെ എറണാകുളത്തോട്ട് പോകാം. കത്തിച്ച് വിടാൻ പോകുന്നില്ല, നമ്മൾ പതുക്കെ പോകത്തുള്ളൂ. ഇതൊരു 80. വേറെ കാര്യം പറയാന്ന് വെച്ചാൽ 80ൻ്റെ പുറത്തോട്ട് പോകുമ്പോഴത്തേക്ക് എനിക്കൊന്ന് വിൻഡോ തുറന്നിട്ടിരിക്കുന്നുണ്ടോ, നമുക്ക് ചെറിയൊരു കിറുകിറ് സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും മെക്കാനിക്കൽ വർക്കിനെല്ലാം ഒന്നുകൊണ്ട് കാണിക്കണം, എന്നാലേ നമുക്കിത് സെറ്റപ്പ് ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ.
എന്തായാലും ദൂരം പോകുമ്പോഴേ നമുക്ക് എന്തായാലും മെക്കാനിക് ടെസ്റ്റ് ചെയ്യാം. ഞാനിപ്പോൾ നമ്മൾ ലോങ് ഓടിച്ചുകൊണ്ടാണ് എനിക്ക് ഇതിൻ്റെ കാര്യം മനസ്സിലായി. 80ൻ്റെ മേപ്പോട്ട് കയറുമ്പോൾ ഒരു ചെറിയ കൃ സൗണ്ട് കേൾക്കുന്നുണ്ട്. പിന്നെ നമ്മളെ കേരളത്തിൽ 80 കയറാൻ പറ്റില്ല, പക്ഷേ നമ്മൾ കേരളം വിട്ട് പോകുമ്പോൾ നമ്മൾ മൊത്തം 80 മേളിലായിരിക്കും പോകുന്നത്. സോ അതൊന്ന് ചെക്ക് ചെയ്യണം. വേറെ എനിക്ക് ഓടിച്ചിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ബ്രേക്കിങ് കാര്യങ്ങളൊക്കെ പക്കയായിരുന്നു, ഒരു സീനുമില്ലായിരുന്നു ബ്രേക്കിങ്ങിൻ്റെ. ആ ഒരു 80ൻ്റെ മേളിൽ പോകുമ്പോൾ അത് വണ്ടിയെക്കുറിച്ച് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. എന്തായാലും നമുക്ക് കാണിക്കണം. എന്നാലും ഒന്ന് കമൻറ്റ് ചെയ്തോ, നിങ്ങൾ ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്തോ കേട്ടോ. അപ്പോൾ വിടാം. ബാക്കിലെ ടയർ ഇച്ചിരി മൊട്ടയാണ് കേട്ടോ. ഈ വണ്ടിയുടെ റിവേഴ്സ് ടയറാണ്, ബാക്കിലെ ടയറാണ് വലിക്കുന്നത്, ഫ്രണ്ട് ടയറല്ല ബാക്ക് ടയറാണ് വലിക്കുന്നത്. അപ്പോൾ ബാക്ക് ടയർ ഇച്ചിരി കണ്ടീഷൻ ആയിരിക്കണം. അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കണം. എനിവേ വിടാം. നമ്മളിപ്പോൾ എറണാകുളമല്ല, ആലപ്പുഴ ജില്ല ക്രോസ് ചെയ്ത് അരൂർ പാലമില്ലേ, അരൂർ ബ്രിഡ്ജ് എത്തി കേട്ടോ. കുറേ സമയമായി, ഇപ്പോൾ സന്ധ്യയായി കേട്ടോ, 6:20. ഭയങ്കര ബ്ലോക്ക് എന്ന് വെച്ചാൽ ഭയങ്കര ബ്ലോക്കായിരുന്നു. അതുകൊണ്ട് പിന്നെ നമുക്ക് ക്യാമറ ഓൺ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഞാൻ കയ്യിൽ പിടിച്ചാണ് ഇത് എടുക്കുന്നത്. അതുകൊണ്ട് ബ്ലോക്ക് ആയതുകൊണ്ടേ പിന്നെ നമ്മൾ ക്യാമറ ഓൺ ചെയ്യാതെ ഇങ്ങനെ വന്നു. ഈ പാലത്തിലേക്ക് കൂടെ പോകാൻ ഭയങ്കര രസമാണ്, നല്ല സുഖമാണ്. ഇവിടെ ഒരു വലിയ പാലമല്ലേ, എപ്പോൾ ഇതിൽ വന്നാലും ഇതിൽ എന്താ പറയുക, നമ്മളിങ്ങനെ കാഴ്ചകൾ കണ്ടു പോകാൻ പറ്റും. സൂപ്പർ പാലമാണ്. അപ്പുറത്തെ റെയിൽവേ പാലവും ഇപ്പുറത്തെ 2 പാലം ഒക്കെ ആയിട്ടുള്ള പാലം. അപ്പോൾ നമ്മൾ നേരെ അരൂർ ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ട് നേരെ എറണാകുളത്ത് പോയിട്ട് നമ്മളെ കൂട്ടുകാരോട് കണ്ടിട്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ എറണാകുളത്ത് വന്നു കേട്ടോ. എറണാകുളത്ത് ഞാൻ പറഞ്ഞില്ലായിരുന്നു, നമ്മൾ ഓൾ ഇന്ത്യ ട്രിപ്പ് പോകാനുള്ള പ്ലാനാണ്. ഓൾ ഇന്ത്യ ട്രിപ്പ് ഒരു എന്താ പറയുക, ഇതിൻ്റെ ഫുള്ള് വന്നു നല്ല രീതിയിൽ. കഴിഞ്ഞ പ്രാവശ്യം പോയതിനേക്കാളും നല്ല രീതിയിൽ പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറയില്ല, ഞാൻ ഒറ്റയ്ക്കല്ല ഇപ്രാവശ്യം പോകുന്നത്. ഇപ്രാവശ്യം നമ്മൾ കൂടെ വേറെ ആളും കൂടെ, അവനെ കാണാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ആളാരാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ മേനെ ഇതാണ് നമ്മൾ വച്ചാൽ അറിയാമല്ലോ, നമ്മൾ വിഷ്ണു ബ്രോ. വിഷ്ണു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഓൾ ഇന്ത്യ ട്രിപ്പ് പോയപ്പം ഞാൻ തമിഴ്നാട്ടിൽ വെച്ചായിരുന്നു വിഷ്ണുവിനെ, അവിടെയായിരുന്നു വിഷ്ണുവിനെ കണ്ട്. അപ്പോൾ അന്ന് വിഷ്ണുവിന് എൻ്റെ കൂടെ വരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അന്നല്ലേ അന്ന് വരാൻ പറ്റിയില്ല ശരിക്കും. എനിക്ക് പൈസയുടെ ബുദ്ധിമുട്ട് മാത്രമല്ല, ഫാമിലിയിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അച്ഛന്റെ കുറെ നിർബന്ധങ്ങൾ പ്രകാരം PSC കോച്ചിങ് അങ്ങനെയൊക്കെ പോകേണ്ട ഒരു അവസ്ഥയായി. ഇപ്പൊ ഡയറക്ഷൻ എന്നൊക്കെ പറഞ്ഞിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ എന്തായാലും ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതിക്കൊണ്ടിങ്ങനെ നിൽക്കും. അപ്പോൾ ഫ്രീ അല്ലേ, നമുക്കൊരു ഓൾ ഇന്ത്യ ട്രിപ്പ് പോകാൻ തരും. പക്ഷെ നമ്മുടെ ട്രിപ്പിന് ഒന്നും ആയിട്ടില്ല, എങ്കിലും പോവുകയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരിക്കും പോകുന്നത്. ഞങ്ങൾ വേറെ കാര്യം വെച്ചാൽ വിഷ്ണുവിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ. നമ്മൾ യാത്ര ചെയ്യുമ്പോഴേ നമുക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ നമുക്ക്. വേറൊരു കാര്യം, ഇനി ഇപ്പൊ നമ്മൾ ഈ ഓൾ ഇന്ത്യ പോകുമ്പോഴത്തേക്ക് ഞാനും മനീഷും ചെയ്യുന്ന വീഡിയോ എല്ലാം കിടിലായിരിക്കും. നിങ്ങൾ നോക്കിയാൽ തള്ളല്ല. അതിന് വേറെ കാര്യമുണ്ട്, വിഷ്ണു നല്ല രീതിയിൽ ക്യാമറ ചെയ്യും കേട്ടോ. അപ്പോൾ ഗോപുരം കൂടെ ആയ സ്ഥിതിക്ക് വിഷ്ണുവിൻ്റെ കൊടുത്ത് കഴിഞ്ഞാൽ വിഷ്ണു പൊളിക്കും. പിന്നെ വേറെ കാര്യം കൂടെ പറയട്ടെ, വിഷ്ണുവിന് ഡ്രൈവിംഗ് അറിയത്തില്ല. വിഷ്ണുവിന് ഡ്രൈവിംഗ് അറിയത്തില്ല കേട്ടോ. വിഷ്ണുവിന് ബൈക്ക് മാത്രമേ ഓടിക്കാൻ അറിയത്തുള്ളൂ. അപ്പം ഞാൻ തന്നെ ആയിരിക്കും ഫുൾ ഓടിക്കുന്നത്. പക്ഷേ വിഷ്ണു ഡ്രൈവിംഗ് അറിയത്തില്ല. വിഷ്ണു നമ്മളെ അസിസ്റ്റന്റ് പൈലറ്റായിട്ട് കിളിയായിട്ട് ഞാൻ ഒരു സൈഡിൽ അതിന് ഞാൻ കുറച്ച് പണികളൊക്കെ കൊടുക്കും. വണ്ടി കഴുകലും, പിന്നെ നമ്മുടെ വണ്ടി കഴുകലും, ഓയിൽ ഉണ്ടോ നോക്കലും, വെള്ളം ഒഴിക്കാനൊക്കെ പണി വിന്യസിപ്പിച്ചു. അല്ല പഠിപ്പിച്ചു കൊടുക്കണം അതൊക്കെ കേട്ടോ. അതേപോലെ എനിക്ക് വണ്ടിയെ കുറിച്ച് വലുതായിട്ടൊന്നും അറിയത്തില്ല. മനീഷിനെ വണ്ടിയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാം. അപ്പം നമ്മൾ ഈ ചെറുപ്പം തൊട്ടേ ഈ കോളേജ് വണ്ടിയെ കുറിച്ച് പറയും. കോളേജ് പറയും കോളേജ് വണ്ടി ഇവന് ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ് ആ വണ്ടിയോട്. അപ്പൊ ഇന്ന് ഈ വണ്ടി അളിയും ഓട്ടിച്ചുകൊണ്ട് നടക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അതായത് നമ്മളൊരു സാധനം തന്നെ ആഗ്രഹിച്ചത് എങ്ങനെയെങ്കിലൊക്കെ നമ്മളിൽ വന്ന് ചേരും. അതെ, നമ്മളെ മുത്തിവിടെ ഇപ്പൊ ഉണ്ട്. ഇതിനൊരു പേരിടണം കേട്ടോ. പേരൊക്കെ നമ്മൾ പിന്നെ ഇടത്തേ ഉള്ളൂ. പേരെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു വെറൈറ്റി പേരാണ്. നമ്മളായിട്ട് ബന്ധമുള്ളൊരു പേരും കൂടെ ഇടും. അത് ഞാൻ പിന്നീട് അറിയിക്കത്തുള്ളൂ. അപ്പൊ നമ്മളെ വിഷ്ണു മച്ചാനും കൂടെ ആയിട്ടാണ് നമ്മൾ പോകുന്നത്. വിഷ്ണു ഭയങ്കര ഹാപ്പിയാണ്. അതാ പറയാം, നമ്മൾ ഉടനെ അതിനുള്ള പരിപാടികളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഇതുവരെ സ്പോൺസറൊന്നും ആയിട്ടില്ല. പക്ഷെ നമ്മൾ അത് ഉടനെ റെഡി ആവുമെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ മനസ്സ് പറയുന്നത്. ഇല്ലെങ്കിൽ നമ്മളുള്ള പൈസ 2021 നമ്മളെ ട്രിപ്പാണ്. ഞങ്ങൾ ആദ്യം കാശ്മീർ പോകാനാണ് പ്ലാൻ. കേരള ടു കാശ്മീർ പോയിട്ട് പിന്നെ നമുക്ക് വേറെ എവിടെയെങ്കിലൊക്കെ പോവാം. ഓക്കെ, അപ്പൊ അതാണ് പ്ലാൻ. നമ്മള് വണ്ടി ഇപ്പൊ വിഷ്ണു കയറിയൊക്കെ ഇഷ്ടപ്പെട്ടാടാ? പിന്നെ ഇഷ്ടപ്പെട്ടു. നല്ല സ്പേസ് ഉണ്ട്. കോളേജ് നമ്മൾ കണ്ടിട്ടുള്ളൂ. അതെ അതെ, കോളേജിനെ കുറിച്ച് കൂടുതൽ പറയണ്ട. ഞാൻ പണ്ട് തൊട്ട് 10ാം ക്ലാസ് പഠിക്കുന്നിട്ട് പറയുന്നത് കോളേജ് 10ാം ക്ലാസ് മുതലേക്കും പറയാ കോളേജ്. പിന്നെ വിഷ്ണുവിന്റെ ഒരു പ്രത്യേകത എന്താ പറയുക, ഞാനും വിഷ്ണുവും കൂടെ ചേർന്നാണ് ദ സോളോ ട്രാവലർ എന്ന യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ആദ്യം ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ വിഷ്ണു പിന്നെ വേറെ വിഷ്ണുവിന്റെ കുറെ ആവശ്യത്തിന് വേണ്ടി എന്നെ ഒഴിവാക്കിയിട്ട് പോയി. പിന്നെ ഞാൻ ഒറ്റ പിന്നെ ഞാനത് കൈവിടാതെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് എന്തായാലും ഇപ്പോൾ ഒരു 1 lakh ആവാൻ പോകുന്നു. അതിയായ സന്തോഷമുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ വിഷ്ണുവിനെ ഇവിടെ ഇതിനു വേണ്ടി വിഷ്ണുവിനെ കാണാൻ വേണ്ടി വന്നതാണ്, വണ്ടി കാണിക്കാൻ വേണ്ടി. ഞാനിപ്പോൾ പെരുമ്പാവൂരോട്ട് പോവുകയാണ്. ഇനി ചിലപ്പോൾ നാളെ തമിഴ്നാട്ടിൽ ചിലപ്പോൾ പോകും. അപ്പോൾ അത് പോവുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ വണ്ടി തന്നെ ആയിരിക്കും പോകുന്നത്. അതിൻ്റെ വിശേഷങ്ങൾ നാളെ കാണാം. അപ്പോൾ ഇന്ന് വീഡിയോ രാത്രിക്കുള്ള അപ്ലോഡ് ചെയ്യണം. അതുകൊണ്ട് വിഷ്ണുവിൻ്റെ ടൈം പറഞ്ഞു
അപ്പോൾ കാണാം, നമുക്കൊരു ഒരുമിച്ച് പൊളിക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടുത്തെ വരൂ. ഓക്കെ ബൈ. അപ്പോൾ നമ്മൾ വണ്ടി ഇനി എടുത്തിട്ട് രാത്രിത്തെ വണ്ടിയുടെ ഒരു ചെറിയ പ്രശ്നം കൂടെ ഞാൻ പറഞ്ഞുതരാം. രാത്രിത്തെ അല്ല, വണ്ടി ഓടിച്ചതിൻ്റെ ചെറിയ പ്രശ്നം കൂടെ ഞാൻ പറഞ്ഞിട്ട് നമുക്ക് വൈൻഡ് ചെയ്യാം. സംഭവം എന്ന് വെച്ചാൽ ഒരു 85 സ്പീഡിലൊക്കെ പോകുമ്പോഴത്തേക്ക് ആ ഭാഗത്ത്, അതായത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു ക്രിർ സൗണ്ട് കേൾക്കുന്നു കേട്ടോ. അതൊരു കംപ്ലൈൻ്റ് ആയിരുന്നു. കാരണം വെച്ചാൽ നമ്മൾ ലോങ് റൈഡ് പോകുമ്പോഴാണ് വണ്ടിയുടെ പോരായ്മകളൊക്കെ മനസ്സിലാകത്തുള്ളൂ. ആ ഒരു പോരായ്മ എനിക്ക് തോന്നിയായിരുന്നു. അതെന്താണെന്ന് കാണിക്കണം. എനിക്ക് കറക്റ്റ് എന്തോ പ്രോബ്ലം എന്നറിയത്തില്ല. വേറെ എനിക്ക് ഒരു പ്രശ്നം തോന്നില്ല കേട്ടോ. ബാക്കിയെല്ലാം ലോങ് റൈഡിന് പക്കയാണ്. ഒരു 85 മേളിലോട്ട് പോകുമ്പോൾ ഹൈവേയിലൊക്കെ ഇപ്പോൾ തമിഴ്നാടൊക്കെ കേരളം വിട്ട് പോകുമ്പോഴത്തേക്ക് 85 മേളിലോട്ടൊക്കെ കയറും. വേറെ ഒരു കുഴപ്പം തോന്നിയിട്ടില്ല. വണ്ടി പക്ക നാളെ പിടിച്ച് നിൽക്കുന്നുണ്ട്. ആ ഒരു സൗണ്ട് വരുമ്പോൾ ഒരു ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. വിഷ്ണു മോണാ. അപ്പോൾ പോയിട്ട് വരാം. അപ്പം ഞങ്ങൾ ഹാപ്പി ചേടിയാ ആയില്ല, നമ്മൾ ഒരുമിച്ചാണ് ഹാപ്പി ചേടി ഇവിടെ നിന്ന് ഹാപ്പി ചേടി. ഓക്കെ. അപ്പോൾ ഓക്കെ, ഇതൊരു വീടൊക്കെ ഏരിയ കേട്ടോ. അപ്പോൾ അവിടെ ഐഡപ്പ് ചെയ്തു ഒരു പബ്ബ പറഞ്ഞത് അധികം സംസാരിക്കാൻ പറ്റത്തില്ല കേട്ടോ, കുറച്ച്. അപ്പോൾ നമുക്ക് അടുത്ത വീട്ടിൽ വേണം. സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് എൻ്റെ വിഷൻ്റെ ഒക്കെ കൊടുക്കാം കേട്ടോ. എല്ലാവരും ഫോളോ ചെയ്യണം. ബൈ.